നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ ആര് ജയിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് ആര് കൈയടക്കുമെന്നും ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അസോസിയേറ്റ് സ്പോൺസർ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളിയിക്കാവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, മാർജിൻ ഫ്രീ ഫുഡ്വെയർ, ഡോക്ടർ സദാസ് ബ്യൂട്ടി കെയർ, കളിയിക്കാവിള. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബാലരാമപുരത്താണ്. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ആര് ജയിച്ചാലും നമ്മൾ ജോലിക്ക് പോകണമല്ലോ. ആര് ജയിച്ചാലും കുഴപ്പമില്ല. അവരവരുടെ കാര്യങ്ങൾ അവരവർ ചെയ്തു പോകുന്നു, അത്ര. കേന്ദ്രത്തിൽ എന്തായാലും മോദി തന്നെ ആയിരിക്കും പവർഫുൾ ആയ ഒരു നേതാവാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ആര് ജയിച്ചാലും നാട്ടിൽ നല്ല ഇതാണ്. ശശി തരൂർ. കാരണം അങ്ങനെയാണ്. ഒരാപടം ഇപ്പൊ പിടിച്ചിട്ടു. അവന്മാർക്ക് മന്ത്രിമാർക്ക് തിന്ന് സൂഹിക്കാനുള്ള പണമല്ലേ ഉള്ളത്. മന്ത്രിമാർക്ക് തിന്ന് സൂഹിക്കാനുള്ളത്. അവന്മാർക്ക് വിദേശ യാത്ര, സാധാരണക്കാരൻ്റെ കാര്യം ഒരു കാര്യവുമില്ല. പെൻഷൻ കൂട്ടി അവർ കൊടുക്കാൻ സാധിച്ചാൽ എന്തായാലും ബി ജെ പി തന്നെ വരും. ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നടന്നു വരുന്നതെല്ലാം, കേന്ദ്രത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളും ഇപ്പം കൂടുതൽ അവരുടെക്കാണ് സപ്പോർട്ട് എല്ലായിടത്തും ഉണ്ടാവുന്നു. വരുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ പറയാം. ഇവിടുത്തെ കാര്യം സാധാരണ എല്ലാവരും തിരിച്ചും മറിച്ചും ഒക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രത്യേക താല്പര്യമാണ്. നമുക്ക് പാർട്ടി പൈസ ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു പ്രയോജനമില്ല. മൊത്തത്തിൽ അവരെ കാര്യം സാധിക്കുന്ന തൊഴുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മൾ ഇന്നിറങ്ങി പോലും നമ്മളെ കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. ഇയാളെ നല്ലൊരു വ്യക്തിയാണ്. 90% ബി ജെ പി ആയിരിക്കും. ഒത്തിരി നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സാധ്യത വരും എന്ന് തോന്നുന്നു. ശശി തരൂർ ജയിക്കും. 3 പാർട്ടിക്കാരില്ലേ, അപ്പൊ 3 പാർട്ടിയിൽ നിന്ന് ആൾക്കാർ വരും. കേന്ദ്ര ഗവൺമെന്റില് താമര ആയി. നല്ല കാര്യം ചെയ്തവർ ജയിക്കും, നല്ല കാര്യം ചെയ്യാത്തവർ പരാജയപ്പെടും. കേന്ദ്രത്തില് ബി ജെ പി ആണ്, നരേന്ദ്രമോദി ആണ്. ആരും സംശയമില്ല. നല്ല കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. ആര് നല്ല കാര്യം ചെയ്താലും അവർ ജയിക്കും. അതാണല്ലോ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. തിരുവനന്തപുരത്താണ് 80% എൻ്റെ വിവരമനുസരിച്ച് തരൂരാണ് ചാൻസ്. കാരണം ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല, ഞാൻ ഒരു വേറെ പാർട്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ 80% കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഇതിൽ തരൂരാണ്. കേന്ദ്ര ഗവൺമെന്റ് കാര്യമൊന്നും പറയണ്ട. അല്ല, ആരെങ്കിലും ജയിക്കട്ടെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ആര് ജയിച്ചാലും നന്നായിട്ട് ഭരിക്കണം. നമ്മളെ ശശി തരൂർ ജയിക്കുമെന്നാണ് മൊത്തത്തിൽ അഭിപ്രായം. കാരണം നല്ല പോക്കാവുണ്ട്. അതാണ് ഇപ്പോഴത്തെ നല്ല വിജയതാണ്. 3 സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പൊ എവിടെ നോക്കിയാലും അങ്ങേരിക്കാണ് അഭിപ്രായം വേണ്ടത്. അത് നമുക്കറിയാൻ നോക്കൂലേ. കേന്ദ്ര ഗവൺമെന്റും ആദ്യം നരേന്ദ്രമോദി ആയിരിക്കും. ഇവിടെ പന്നിന്റെ ജയിക്കുമെന്നാണ് അറിവ്. ജനസംസാരം, പിന്നെ ജനത്തിന്റെ വോട്ടല്ലേ. ഇപ്പൊ നിങ്ങൾ പറയണത് എനിക്കറിയാം, ഞാൻ പറയണത് നിങ്ങൾക്കറിയാം. നിങ്ങളെ മനസ്സിനകത്ത്, ഓരോരോ ജനത്തിന്റെ മനസ്സിനകത്ത് കയറി നമുക്ക് നോക്കാൻ നോക്കൂലല്ലോ. അവർക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യും. 3 കൊല്ലം ഒരാൾ ജയിക്കും. അത് ബി ആയാലും സി ആയാലും ശരി, ആരെങ്കിലും ഒരാൾ ജയിക്കും. ബി ജെ പി തന്നെ ഭരണം കിട്ടായിരിക്കും. കാരണം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിലും വേറെ ആളില്ലല്ലോ അവിടെ ഭരിക്കാതിരിക്കുന്ന. കോൺഗ്രസിലുണ്ടായിരുന്നതെല്ലാം ബി ജെ പി പോയില്ലേ. ഇടതുപക്ഷത്തിൽ ആളില്ല. പിന്നെ ഭരിക്കാൻ അവിടെ ആരിയിരിക്കുന്നു? ബി ജെ പി മാത്രമേ ഉള്ളൂ. ശശി. കാരണം അവർ കുറച്ച് ദിവസം കൊണ്ട് നിന്ന് ജയിക്കില്ല, അതുകൊണ്ട് അവർ തന്നെ ജയിക്കും. അത് പറയാൻ നോക്കൂ. ഇന്ത്യയെ തന്നെ വരുമെന്ന് തോന്നുന്നു. ജനങ്ങളല്ലേ തീരുമാനിക്കുന്നു. വോട്ട് ചെയ്യുന്നവര് ആരെങ്കിലും ജയിക്കും. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്? നമുക്കൊന്നും പാർലമെന്റ് ഇലക്ഷന്റെ അവസ്ഥ ആണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പോഴങ്ങനെയാണ്. അതെല്ലാം ജനങ്ങളെ കയ്യിലാണ്. അവര് തീരുമാനിക്കും ആർക്ക് എന്ത് ചെയ്യണമെന്നുള്ളത്. അവരെ ജയിക്കുള്ളൂ. അല്ല, കേന്ദ്രത്തിന്റെ കാര്യം തന്നെ ഇത്. കേന്ദ്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. തിരുവനന്തപുരം എല്ലായിടും അത് തന്നെ. ഇപ്പൊ നമുക്ക് ആരെയും ഒന്നും വിശ്വസിച്ചൊന്നും പറയാൻ നോക്കൂല. ഇതെല്ലാം ജനങ്ങള് തീരുമാനിക്കും ആ സമയത്ത് ആർക്കെന്ത് ചെയ്യണമെന്നുള്ളത്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷനുകൾ എങ്ങനെയാണ്. അതുകൊണ്ട് അവര് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അവര് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വോട്ട് കൂടുതൽ കിട്ടുന്നവർ ജയിക്കും. ആർക്കാണോ വോട്ട് കൂടുതൽ കിട്ടുന്നത് അവർ ജയിക്കും. ഇവിടെ ആര് ജയിച്ചാലും സാധാരണക്കാരനൊരു ഗുണവുമില്ലല്ലോ. നിത്യവ്യയ സാധനത്തിൻ്റെ വില കണ്ടില്ലേ? നിത്യവ്യയ സാധനത്തിന് തീ കൊണ്ട വില. അത് നിയന്ത്രിക്കാൻ ഇവിടെ ഏതെങ്കിലും സർക്കാരിനെ കൊണ്ട് കഴിയണം? ഒരു സർക്കാരിനെ കൊണ്ടും കഴിയില്ല. പിന്നെ ഇവിടെ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? ജനാധിപത്യം എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നു. ഇന്ന് ജനാധിപത്യം ഒന്നുമില്ല. പണാധിപത്യവും മതാധിപത്യവും
അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ CAA എന്താ നിയമം കൊണ്ടുവന്നത്? ജനങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പട്ടിണി മാറ്റുമോ? രാമക്ഷേത്രം പണിതുകൊണ്ട് പട്ടിണി മാറുമോ? ഇല്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടത് നിത്യവ്യയ സാധനത്തിന് വില കുറച്ച് കൊടുക്കുക. അതിവിടെ ആർക്കൊണ്ടും കഴിയണേ. ഒരു കിലോ അരിക്കുന്ന എന്നാ വില? 40-45 രൂപ കൊടുക്കണം നല്ല സാധനം വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ. മായം ചേർക്കലെന്നതിൻ്റെ അങ്ങേ അറ്റം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ സർക്കാരിന്? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്? ഒരു ജനാധിപത്യ സർക്കാർ എന്ന് പറഞ്ഞാൽ മായം ചേർക്കലെല്ലാം തടയാനുള്ളതാണ്. ഇന്ന് പണമുള്ളവൻ എന്തോ ആകാം. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. രോഗികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇന്നലെ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ്. ഒരു കൊച്ചിന് മൂക്കിൽ കൂടി ബ്ലഡ് വന്നപ്പോൾ തൈക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, SIT കൊണ്ടുപോയി. അവസാനം അവർ കൊണ്ടുപോയത് ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയത് കൊണ്ട് കൊച്ചി രക്ഷപ്പെട്ട്. ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ എന്തിനു വന്ന് അവിടെ ഇരിക്കണത്? ഇതൊക്കെ നിയന്ത്രിക്കാനല്ലേ നമ്മൾ മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്, MLA മാരെ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടോ? സാധാരണക്കാരന് ഒരു ഗുണവുമില്ല. സാധാരണക്കാരൻ ഇപ്പോൾ ഞാൻ കോവിഡ് കാലത്ത് 13 രൂപ, കോവിഡിന് മുമ്പ് 13 രൂപയ്ക്ക് വിഴിഞ്ഞത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയത് ഇന്ന് 30 രൂപ കൊടുക്കണം. ആരെങ്കിലും ജനങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇല്ലല്ലോ. അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യുന്നു, നമ്മൾ അനുഭവിക്കുന്നു. മന്ത്രിക്ക് തോന്നിയതുപോലെ ഒരു വഴി, ജനങ്ങൾക്ക് തോന്നിയതുപോലെ ഒരു വഴി. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും എല്ലാം ഒന്നുപോലെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ഇനി അത് മാറാനും പോണില്ല. എനിക്കിതേ പറയാനോ. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരൻ തന്നെ. സാധാരണക്കാരൻ ഇവിടെ പണക്കാരനായതുകൊണ്ടാണ്. അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അന്നത്തിന് വക കിട്ടും. ഇന്ന് തൊഴിലില്ല. ഇതാ സെക്രട്ടേറിയറ്റിനിടയിൽ കണ്ടല്ലോ, പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് എഴുതി പാസ്സായി, മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു. അവരെല്ലാ ടെസ്റ്റും പാസ്സായി, എല്ലാം കഴിഞ്ഞിട്ട് 13,000-ഓളം വേക്കൻസി ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. എന്തുകൊണ്ട് ആ യുവജനങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കണില്ല? അവരെ വിളിച്ചൊരു ജോലി കൊടുത്തൂടെ? ടെസ്റ്റ് പാസ്സായതല്ലേ, മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞതല്ലേ? എന്തിനാണ് അവിടെ ഇട്ട് സമരം ചെയ്യുന്നത്? ഇവരെല്ലാം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറയും എല്ലാം ഇവിടെ ചെയ്തു തരാമെന്ന്. അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരാരും ഒന്നും ചെയ്യില്ല. പാവപ്പെട്ട ആ സെക്രട്ടേറിയറ്റിനിടയിൽ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കാണുന്നതാണ്. ആ പാവപ്പെട്ട ആ തൊഴിലാളി ഇത് റാങ്ക് ഹോൾഡേഴ്സ് വന്നിട്ട് എത്ര മാസമായത് അവിടെ? യുവജനങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്ന നമ്മളെ സർക്കാരാണ്. ആ യുവജനങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കും PSC ന്ന്. വേറെ ഒന്നും അവർ ചോദിക്കുന്നില്ലല്ലോ. ശമ്പള വർധനവിനല്ല, തൊഴിലിന് വേണ്ടിയാണ്. ടെസ്റ്റ് എഴുതുന്നത് എന്തിനാണ്? PSC എന്നിവർ എന്തിനാണ് വിളിച്ചത്? ഇല്ലെങ്കിൽ വിളിക്കരുത്. PSC എന്ന് വിളിച്ച് അവർ ആപ്ലിക്കേഷൻ കൊടുത്തു, PSC ടെസ്റ്റ് എഴുതി, അത് പാസ്സായി, എന്നിട്ട് ഫിസിക്കൽ ടെസ്റ്റ് നടത്തി, സ്പോർട്സ് നടത്തി, ഇതെല്ലാം പാസ്സായി വന്ന 10,000 എന്തോ പിള്ളേരാണ് ഇപ്പോൾ സമരത്തിൽ കിടക്കുന്നത്. അവർക്കല്ലേ എന്തെങ്കിലും തൊഴിൽ കൊടുക്കേണ്ടത്? തൊഴിലല്ലേ ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം. ഇല്ലാതെ ആർക്കും 10,000 രൂപ വെച്ച് മാസം സർക്കാർ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ 10,000 പേർക്ക് തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ 10,000 കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് തൊഴിലുണ്ട്, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെ പോവുള്ളൂ, ആര് ഭരിച്ചാലും. ഇല്ല, ഭരണം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാശിനും കൊള്ളാത്ത ഭരണം. ഉള്ള കാര്യം പറയുകയാണത്. ആരുടെങ്കിലും ചോദിച്ചു നോക്കി ഇവിടെ സാധാരണക്കാരൻ എന്തെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടോന്ന്. കൃഷിക്കാരെ അവസ്ഥ എന്താണ്? കൃഷി ചെയ്താൽ അതിൻ്റെ മൂല്യം അവർക്ക് കിട്ടുന്നില്ല. നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു കിലോ പഴത്തിന് 60 രൂപ വില കാണും. പക്ഷേ യഥാർത്ഥ കർഷകന് എത്ര രൂപയാണ് അതിൽ കിട്ടുന്നത്? കർഷകനൊന്നും കിട്ടുന്നില്ല അവിടെ. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ, സാധാരണക്കാരൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവിടെ. ഇവിടെ ഈ ടക്കറുകൾ കൊണ്ടിട്ട് ഓടുന്നവരെ ഒന്ന് നോക്കി നോക്ക്. ഞാനിത് നിത്യവും കാണുന്നതാണ്. ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ 500 രൂപ പോലും അവർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ സിറ്റിയിൽ ഇവർ മറ്റേ 10 രൂപ കൊടുത്താൽ ബസ് ഓടിക്കുന്നുണ്ട്. ഞാൻ 10 രൂപ കൊടുത്ത് എനിക്ക് പാളയത്ത് കോർപ്പറേഷൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഞാൻ 10 രൂപ കൊടുത്ത് അതിലൊരു ടിക്കറ്റ് എടുത്തപ്പോൾ എന്നെ കൊണ്ടുപോയത് ശംഖുമുഖം മൊത്തം കറങ്ങി വന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യം നടന്നില്ല. അന്ന് ഇത്രയും ദൂരം കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളൊരു അത്യാവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പം ഞങ്ങളെയൊക്കെ ഈ ശംഖുമുഖം വഴി കൊണ്ട് കടന്ന് പാളയത്ത് വന്നപ്പോൾ 2:30 മണി കഴിഞ്ഞ്. അവിടെ 2 മണി വരെ ഇതുള്ളൂ. കോർപ്പറേഷൻ ഓഫീസിൽ ഒരു ആവശ്യത്തിന് പോയത്. നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം നമുക്ക് നഷ്ടമില്ലേ അത്? ഇല്ലെങ്കിൽ അവർ ബോർഡ് വയ്ക്കണം, ഇത് ഇന്ന വഴിക്കാണ് കറങ്ങുന്നത്. 10 രൂപയേ ഉള്ളൂ. സംഭവം ശരി തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെട്ട 10 രൂപയും നമ്മളെ ആവശ്യം അന്നത്തെ എല്ലാം ആ ഡേറ്റും കഴിഞ്ഞു പോയി. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം? തൊഴിൽ കൊടുക്കുക. ഇപ്പോൾ ആട്ടോക്കാരന് ഇവർ ഓടിയ കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിൽ വരുമാനം ഉണ്ടാക്കി ഒരിക്കലും ഈ ഇലക്ട്രിക് ബസ് നഷ്ടത്തിലല്ലാതെ ലാഭത്തിൽ വരികയില്ല. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് ചേസ് ഇല്ലാത്ത വണ്ടിയാണ്, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വണ്ടിയാണ്. നമ്മളെ കേരള മണ്ണിൽ ഓടാൻ 3 കൊല്ലം കഴിഞ്ഞാൽ അത് വേസ്റ്റ് കേസാണത്. ഈ ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞാൽ വൻ നഷ്ടത്തിൽ. അത് 96 ലക്ഷം രൂപയാണ് ആ ബസ്സിൻ്റെ വില. അത് ബാറ്ററി വീക്കായി 3 കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി വീക്കാവും. അതിന് 56 ലക്ഷം രൂപയുണ്ടെങ്കിലേ അത് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. സർക്കാരിനെ കൊണ്ട് നടക്കുമോ? ഇല്ലല്ലോ. ചേസ് ഇല്ലാത്ത വണ്ടി എന്തിനാണ് ഇവർ ഇറക്കണത്? ഇപ്പോൾ ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളും ഇറക്കണം.
അതിന് ചേസ് ഉണ്ടോ? ചേസ് ഇല്ലാത്ത വണ്ടി ഇവിടെ ഇറക്കിയത് കൊണ്ട് ആർക്കാണ് ഇത് ഗുണം? ചൈനക്കാരനല്ലേ ഗുണമുള്ളൂ. ഇന്ത്യൻ സർക്കാർ ഇത് ചെയ്ത്, കേരള സർക്കാർ ഈ ചൈനയിൽ നിന്ന് വണ്ടി ഇറക്കുമതി ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ നമ്മളെ മണ്ണിൽ ഓടാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസ് ഉള്ള വണ്ടി. ഇത് എത്ര പേർക്കറിയാം ഈ ഇലക്ട്രിക് വാഹനത്തിനൊന്നും ചേസ് ഇല്ല എന്നുള്ളത്? ആർക്കും അറിയില്ല. നോക്കറിയാമോ? ഇല്ലല്ലോ. ഈ ഇലക്ട്രിക് വാഹനത്തിന് ഒന്നിനും ചേസ് ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. ചേസ് ഇല്ലാത്ത വണ്ടിയാണത്. അപ്പൊ ഇതുവരെ നിങ്ങൾ ഒരു ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് പോലും അറിയില്ല ആ വണ്ടിക്ക് ചേസ് ഇല്ല. അത് അത്രേ ഉള്ളൂ. അത് 3 കൊല്ലമേ അതിന് ഗ്യാരണ്ടി ഉള്ളൂ. 3 കൊല്ലം കഴിഞ്ഞ് സാറേ ഇതിന് ചേസ് ഇല്ല വണ്ടിക്ക്, ഇലക്ട്രിക് വണ്ടിക്ക് വാഹനത്തിന് ഒന്നിനും ചേസ് ഇല്ല. ഈ 14 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ട് നടക്കുന്ന കാറിന് പോലും ചേസ് ഇല്ല. ആ ബോഡി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാം. അതാര് പാർട്ടി പാർട്ടിയിലെ ഒരു പിടിച്ചോപ്പുകാരൻ, അല്ല വേറെ ആര്. പന്നിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഈ ചന്ദ്രശേഖർ ചാലന്റെ മുതലാളിക്കാരൻ, അവനല്ല വേറെ ആർക്കറിയാം. ഈ ശശി തരൂർ ലോകം കണ്ട നേതാവാണ്. അയാളെ കൊണ്ട് കഴിവുണ്ട് ചെയ്യാൻ. ഈ കേരളത്തിൽ അഭിനയപ്പെട്ട MP ആണ്. 1 ലക്ഷം രൂപ അന്തസ്സുള്ളവൻ, കോടി ആസ്തിയുള്ളവൻ. പാർട്ടി ചിഹ്നം വേണ്ട, ജയിക്കാൻ അയാൾക്ക്. ശശി തരൂർ എന്നുള്ള വ്യക്തി മതി. അയാളെ ക്വാളിറ്റി നിങ്ങൾക്ക് എന്താ അറിയാമോ? അയാൾ ഇന്ത്യ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ട് നിങ്ങൾ പാർട്ടി ചിഹ്നത്ത് മാത്രം ഇരുന്നാൽ മതിയാ. പാർട്ടിക്കാരുടെ ചിഹ്നത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. താഴെ ഇറങ്ങണം. ശശി തരൂരിന്റെ കഴിവ് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. എയർപോർട്ട് ഉണ്ടാക്കിയ ആര്? ഈ എയർപോർട്ട് ഉണ്ടാക്കിയ ആര്? ശശി തരൂർ ഉണ്ടാക്കിയതാണ്. പിന്നെ അല്ലാതെ ശശി തരൂർ എന്തുണ്ടാക്കിയത്? അയാളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇനി അയാൾ തന്നെ വരും. സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. തൊഴിലാളികളെ കൊള്ളയടിച്ചുകൊണ്ട് നടക്കുന്നത്. പാവങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. 100 രൂപ ആളെ കയറ്റി നമ്മൾ പോകുമ്പോ 7,000, 8,000, 15,000 രൂപ കൊള്ളയടിച്ചുകൊണ്ട് പോകണം. ഇതാണ് ഇപ്പോഴത്തെ തൊഴിലാളി സർക്കാർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ പാവങ്ങളെ ജീവിക്കാൻ വേണ്ടിയല്ല, അവർ കൊള്ളയടിക്കാൻ നേരം. അതെ, അതുകൊണ്ട് നമ്മള് പണ്ട് തൊഴിലാളി എന്ന് പറയുമ്പോ ഇപ്പൊ തൊഴിലാളികളെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന സർക്കാരാണ് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത്. മുമ്പ് നമ്മൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതന്നെ, ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ദിവസവും കൊള്ളയടി വന്നത്. അവർക്ക് അത് നേരം ഓരോ കൊള്ളക്കാരന്മാർ വരും പോലെ വരുന്ന പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. നമ്മളൊരു വണ്ടി പോയിട്ട് ജീവിക്കുന്നതാണ്. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല അവർ, ഈ സർക്കാർ വന്നതിന് ശേഷം. ഈ 2 പ്രാവശ്യം ഇങ്ങനെയാണ്. ഇപ്പം ദിവസവും വരും, രാവിലെയും വൈകുന്നേരം വരും, പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. പണ്ട് കൊള്ളക്കാരുണ്ടായിരുന്നു. ആ കാലത്തുള്ള ഭരണം പോലെയാണ് ഇപ്പോഴും നടക്കുന്നത്. ശശി തരൂരിന്റെ ആദ്യത്തെ ഒരു കേസുണ്ട്. സുനന്ദ പുഷ്കറുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ട്. ആ കേസ് പറഞ്ഞ് ED അയാളെ വിരട്ടി വെച്ചൊക്കെയാണ്. EDയും മോഡിയും കൂടെ അയാളെ വിരട്ടി വെച്ചൊക്കെയാണ്. അതുകൊണ്ടാണ് കേരളത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഒരു കാര്യങ്ങളും ഇവിടുന്ന് ജയിച്ചു പോയ MP പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇവിടുന്ന് ജയിച്ചു പോയ LDFന്റെ ഒരു MP AM ആരിഫ് അല്ലാതെ വേറെ ഒരു MPയും കേരളത്തിന്റെ മുസ്ലിം ലീഗുകാരനോ കോൺഗ്രസ്സുകാരന്മാരുടെ ജയിച്ചു പോയ 18 പേരിൽ ഒരുത്തര് കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. അവസാനം CAA ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് ഇതിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു MP സംസാരിച്ചോ? സിറ്റിസൺ അമെൻമെന്റ് ആക്ടിനെതിരായിട്ട് ഏതെങ്കിലും ഒരു MP പാർലമെന്റിൽ സംസാരിച്ചോ? കോൺഗ്രസിന്റെ അവിടെയും നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച AM ആരിഫ് CPMന്റെ ഒരു നേതാവാണ് സംസാരിച്ചത്. അതിനുമുമ്പ് രാജ്യസഭയിൽ എതിർത്തത് എളമരം കരീമും രാജേഷുമാണ്. ഈ 2 LDF ആണ് എതിർത്തത് CAക്ക് എതിരായിട്ട്. ഈ കോൺഗ്രസ് ആർമത് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. ഇത് സർക്കാരിന്റെ കഴിവുകൊണ്ടാണ് ഇവിടെ വിഴിഞ്ഞം ഹാർബർ വന്നത്. തിരിച്ച് പന്നിയൻ നബീന്ന് 2008 ഇവിടെ 5 വർഷം ഭരിച്ചപ്പോൾ പന്നിയൻ നബീന്ന് എഴുന്നപ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നത്, മെഡിക്കൽ കോളേജിൽ. അതുപോലെ ഒന്ന് പറയട്ടെ ശശി തരൂർ. അതുപോലെ വേലിയിൽ റെയിൽവേ യാർഡ് വന്നത് പന്നിയൻ നബീന്ദ്രൻ MP ആയിരുന്നപ്പോഴാണ്. അതുപോലെ ഈ വിതിരയ്ക്കടുത്ത് ഒരു കോളേജുണ്ട്, ISROയുടെ കോളേജ്, ട്രെയിനിങ് കോളേജ്. ആ കോളേജ് വന്നത് പന്നിയൻ രവീന്ദ്രൻ ജയിച്ചപ്പോഴാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വികസനം ഹൈമാക്സിലായിട്ടിട്ടത് വികസനമാവില്ലല്ലോ. 4-5 ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പറഞ്ഞിട്ട് ഹൈമാക്സിലായിട്ടിട്ട ആവില്ല. വികസനം എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും വികസന കാര്യങ്ങൾ ചെയ്യണം. അതാണ് വികസനം. അങ്ങനെ എന്തെങ്കിലും ഒരു വികസനം ശശി തരൂർ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇവിടെ ചെയ്തതായിട്ട് പറയട്ടെ. ഞങ്ങളൊക്കെ പാർട്ടി മാറി ശശി തരൂരിന് വോട്ട് ചെയ്യാം. വിശ്വഭരണം എന്ന് പേര് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഒരു MPയുടെ കടമ. ആ കടമ ശശി തരൂർ നിർവഹിച്ചിട്ടുണ്ടോ? നോക്കട്ടെ, അത് പറയട്ടെ. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയട്ടെ. അല്ലെങ്കിൽ പാർലമെന്റിൽ ഡോക്ടർ ശശി തരൂർ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യം. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും തകർന്നിരിക്കുകയാണ്. അത് ഇനി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ള ആ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നാലേ ഈ രാജ്യത്ത്
ജനാധിപത്യവും മതേതരത്വവും പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നാണ് ഞങ്ങളുടെ എല്ലാം കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടർ ശശി തരൂരെ വിജയിപ്പിച്ച് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിൽ ഇത്തവണ ഇന്ത്യ മുന്നണി വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എവിടെ ജയിക്കണം? തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കാൻ അർഹതപ്പെട്ടത് ശശി തരൂർ മാത്രമേ. അതിൻ്റെ അടുത്ത് നിൽക്കാൻ ഇവിടെ വേറെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവാൻ കഴിവുള്ള ലോകം അംഗീകരിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ നിലനിൽക്കണമെന്നുള്ള ഒരു ഇലക്ഷനാണ്. ഇന്ത്യൻ ഭരണഘടന വരെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലോട്ട് ഇന്ത്യയിൽ മതേതരം എല്ലാം ചോദ്യചിഹ്നമാവുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ മതേതര പാർട്ടികൾ ജയിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. വെറും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ത്യ നിലനിൽക്കണമല്ലോ. ഇന്ത്യൻ ഭരണഘടന ആശ്രയിച്ചാണല്ലോ നമ്മൾ ജീവിക്കണം. മതേതരം ഒരു മതത്തെ മാത്രം വിരോധിച്ചോണ്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ ചില തീരുമാനങ്ങളും നടപടികളും അമെൻമെൻറ്റുകളും കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ വലിയ വലിയ വമ്പൻ മുതലാളിമാർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾക്ക് ഇത് കച്ചവടമില്ല, വളരെ ബുദ്ധിമുട്ടായ കണ്ടീഷനിൽ പോയി. 50 രൂപ പെട്രോൾ തരുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ സമയമാകുമ്പോൾ 100 രൂപ ഗ്യാസിന് കുറച്ച്. അപ്പോൾ ഇന്നലെ വരെ വാങ്ങിച്ച പൈസ ഇലക്ഷൻ ടൈമിൽ വരുമ്പോൾ പൊടിക്കൈകൾ ചെയ്ത് വീണ്ടും ജനങ്ങളെ പറ്റിക്കുന്ന ആ നിലപാടിനോട് യോജിക്കാൻ പറ്റും. അപ്പം ഇന്നലെ നിനക്ക് കൊടുക്കാമായിരുന്നല്ലോ, കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പോൾ ഇലക്ഷൻ ടൈം ആകുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാട്, അതൊന്നും ശരിയല്ല. അതിനേക്കാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനത്തിനും സഹോദര്യത്തിലും സമാധാനമായിട്ട് ജീവിക്കണം. മണിപ്പൂരിൽ നടന്ന സംഭവമല്ലേ, ആ കുട്ടിയെ ഇത്രയും ചെയ്ത്, ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? ആ കുട്ടി ഇന്ത്യൻ ഒരു പൗരത്വമുള്ള ഒരു കുട്ടിയാണ്. ആ കൊണ്ട് പച്ചയ്ക്ക് നടത്തിക്കൊണ്ട് പോയില്ലേ. ആ കുട്ടി എന്താണ് ചെയ്തത്? അവളൊരു മതത്തിൽ വിശ്വസിച്ച്, അത്രയല്ലേ ചെയ്തുള്ളൂ. ഒരു മതത്തിൽ വിശ്വസിച്ച ഒരൊറ്റ കുറ്റം കൊണ്ട് ആ കുട്ടി, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിലെ ഭരണത്തിലിരിക്കുന്നവർക്ക് മിണ്ടാട്ടെ. അത് വല്ല എത്യോപ്യയിലോ അവിടെ എവിടെ നടന്നില്ല, ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. ഇന്ത്യയിലെ ഒരു പെൺകുട്ടിക്ക് നടന്ന സംഭവം. അവൾ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. അവൾ ചെയ്ത തെറ്റെന്ത്? അവൾ ഒരു മതത്തിൽ വിശ്വസിച്ച്, അത്രയല്ലേ ഉള്ളൂ. വേറെ ഒരു തെറ്റും ചെയ്യില്ല, ഒരാളെയും കൊല്ലാനൊന്നും പോയില്ലല്ലോ. അപ്പം അത്രയും ഭീകരമായ കണ്ടീഷനാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇതിനെതിരെ നമ്മൾ വോട്ട് ചെയ്യുന്നതോടൊപ്പം പത്രക്കാരും മറ്റുള്ളവരും പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇനി ഒരു വോട്ടിംഗ് വരുമോ എന്നുള്ളതേ സംശയമായിരിക്കും എന്നാണ് പറയുന്നത്. അത് നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇല്ലാതെ പ്രതിപക്ഷ പാർട്ടികളെ കംപ്ലീറ്റ് അടിച്ചമർത്തുന്ന രീതിയിലാണ്. കോൺഗ്രസിൻ്റെ അക്കൗണ്ടിനെ മരവിപ്പിച്ച് വെച്ചിരിക്കുക. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിടിച്ച് ജയിലിലിടുക. അപ്പം ഇലക്ട്രിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്നലെ വരെ കൊട്ടിഘോഷിച്ച BJP അതിനൊരു നിയമം കൊണ്ടുവന്ന് ഉള്ള പൈസ എല്ലാം അമ്മമാരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് ടെൻഡറുകളും മറ്റുള്ളത് ഇന്നലെ വരെ, അതായത് ഏത് പാർട്ടിയിലുള്ളവനും അഴിമതി ചെയ്യുന്നവൻ BJPയിൽ വന്ന പുണ്യവാളാണ്. BJPയിൽ വന്ന പുണ്യവാളാണ്. BJP എതിർത്ത് നിൽക്കുമ്പോൾ ഇവരാണ് ശക്തമായിട്ട് അവനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷെ BJPയിൽ വന്ന പുണ്യവാളാണ്. ഇതെന്ത് നീതി? ഇതെന്താണ് നടക്കുന്നത്? അപ്പം ഇതിനനുസരിച്ച് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും ഉണ്ട്. അപ്പം BJP ജയിക്കുമോ തോക്കുമോ എന്നല്ല പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇന്ത്യ നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതേ നിലപാടിൽ, ഇതേ ഇതിൽ ഇപ്പോൾ നിങ്ങളായാലും ആരായാലും നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. ഒരു സമുദായത്തെ ഇന്ത്യയിൽ നിന്ന് ഓട്ടിക്കാൻ ഒരുത്തരെ കൊണ്ടും പറ്റൂല. അത് ഈ ജന്മത്ത് നടക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഉള്ള പ്രശ്നങ്ങളാവും. ഒരു സമുദായത്തെയും ഒരു ജാതിയെയും ഒരു മതത്തെയും അടിച്ചു നോക്കാൻ ഒരുത്തരെ കൊണ്ടും പറ്റും. സമാധാനം ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലെ ജനങ്ങൾക്ക് നല്ലത് നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശ്രീ ശശി തരൂർ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ വരാനാണ് ചാൻസ്. കാരണം ഇങ്ങനെ ഒരു ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു 15 വർഷത്തേക്ക് മുമ്പ് പോയത്. അഥവാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആവും. എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും? പാവങ്ങൾ വോട്ടങ്ങനെ. അതോടൊപ്പം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. 3.5 വർഷം ഇരുന്നാണ് പന്നിയനെ 200 കോടി 300 കോടി രൂപയ്ക്കെല്ലാം വികസനം ഉണ്ടായി. റെയിൽവേയിലെല്ലാം ഭയങ്കരമായിട്ട് വികസനം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. ഒന്നത് പാവങ്ങളാണ്. പാർട്ടിയുടെ കൂടെ വയ്ക്കും. മോഡി പറയണ ഗ്യാരണ്ടി. മൂന്ന് മുന്നണിയുടെ ആൾക്കാർ നിൽക്കില്ലേ? ഒരു മുന്നണി പറയണ മോഡി ഗ്യാരണ്ടി. അതിലെന്തൊരു ഗ്യാരണ്ടി മോഡി? പിന്നെ അത് പോയിട്ട് ഇവർ രാഷ്ട്രീയമായിട്ട് കാര്യം പറഞ്ഞ്
വോട്ട് ചോദിക്കും പന്നിയൻ രവീന്ദ്രൻ. ഇങ്ങനെ ഇവിടെ കാണൂല. ആര് തരൂരൊന്നും ഇവിടെ കാണൂല. പിന്നെ തരൂര് ആ സമയമാകുമ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഈ മേലെ അറിയാവൂ. നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അറിയാം 3 പേരെ പൈസ ഇതുകൾ കേട്ടാ അറിയാമല്ലോ. നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ 3 പേരെ ഇതിലും ഏറ്റവും കുറഞ്ഞത് പന്നിയനായിരിക്കും. 24,000 പാർട്ടിയുടെ ജപി കിട്ടുന്നതാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പന്നിയന് നമ്മൾ വോട്ട് കൊടുക്കും. എന്തൊരു കേന്ദ്ര ഗവൺമെന്റ് ഇഡിയെ കൊണ്ടല്ലേ പിടിപ്പിക്കണത്, വേറെ ആരെങ്കിലും കൊണ്ട് പിടിക്കണം. അരവിന്ദ് ഇങ്ങനെ മെനഞ്ഞാന്ന് പിടിച്ചുകൊണ്ടകത്ത് വെച്ച് ചരിത്രത്തിൽ എങ്ങനെയാണ് ഇത് പിടിക്കുന്നത്? എൻ്റെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഇഡി വരും, അത് വരും, ഇത് വരും. കുറേ കാലം കൊണ്ടല്ലേ പറയേണ്ടത്. ഇഡിയുടെ ഒരു ഭരണമാണല്ലോ. പട്ടാള ഭരണത്തെക്കാട്ടി ഭയങ്കരമായിട്ടല്ലേ ഇരിക്കുന്നത് ഇവിടുത്തെ ഭരണങ്ങൾ. പൈസകൾ കൊടുത്തൊക്കെ എം പിമാരെ വാങ്ങിക്കലാണ് കോടിക്കണക്കിന്. അങ്ങനെയൊക്കെ 5-6 സീറ്റിന് കുറവ് വന്നവരതിൽ വാങ്ങിക്കാനുണ്ട്. അതെ, ഇന്ത്യ മുന്നണിയും ഒരു മാറ്റമില്ലാതെ വരുന്നില്ല. അവർക്കും കിട്ടും സീറ്റുകൾ. പല സ്റ്റേറ്റിലും അവർക്ക് ഉണ്ട്. ഏത് വട ഇന്ത്യയിലെല്ലാം അവർക്കാണെങ്കിൽ തെക്കോട്ട് വരുമ്പോൾ അവർക്കാണ്. തമിഴ്നാട്, കേരളം, ആന്ധ്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ ഇതെല്ലാം ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കണ പാർട്ടി. അവർക്ക് 1-2 സീറ്റുകൾ കിട്ടും അവിടെ ഇതേ ഉള്ളൂ. മുന്നണി സംവിധാനം വരുമ്പോൾ പാർട്ടികളെ പറയാൻ പറ്റും. ഏത് ഇവിടെ LDF നിൽക്കണം. ഏത് കേരളത്തിൽ LDF UDF ആർക്ക് വോട്ടിട്ടാലും ഇവിടത്തെ പോയി പറയുള്ളൂ. പിന്നെ ഇവരെ തന്നെ ഒരു പേടി. വോട്ട് ചെയ്യുമ്പം പൈസയ്ക്ക് വേണ്ടിയെല്ലാം ചാടിയെല്ലാം പോകണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വരും. ശശി തരൂർ ജയിക്കുമെന്നാണ് വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ. ആന്ധ്ര BJP തന്നെ വരും. 3 പേരും ഒന്നുമല്ല എനിക്ക് തന്നെയാണ് പാർലമെന്റിൽ. മിക്കവാറും ശശി തരൂർ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 3 പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ്. ഇനിയുള്ള കാര്യം പറയാൻ പാടില്ല. BJP നല്ല വോട്ട് നല്ല പാർട്ടി ആൾ കൊള്ളാം. പിന്നെ ഇപ്പോഴത്തെ പറയാനും നോക്കില്ല ആര് ജയിക്കാനും. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.